ചന്ദ്രലേഖയുടെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. നമ്മളിൽ പലരും ജീവിതത്തിൽ പലപ്പോഴും വളരെ നെഗറ്റീവായി ചിന്തിക്കുന്നവരാണ്. ജീവിതത്തിൽ പോസിറ്റീവായി ചിന്തിക്കാൻ പഠിച്ചാൽ മാത്രമേ നമുക്ക് ജീവിതത്തിൽ വിജയം നേടാൻ സാധിക്കുകയുള്ളൂ. ഈ ചിന്തയോടുകൂടിയാകട്ടെ ഇന്നത്തെ ചന്ദ്രലേഖയുടെ തുടക്കം. എല്ലാ മാന്യപ്രേക്ഷകർക്കും ചന്ദ്രലേഖയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. നമുക്കെല്ലാം പ്രചോദനമായി മാറിയ വ്യക്തികളെയും സംഭവങ്ങളെയും ഓർമ്മിപ്പിക്കുന്ന പിന്നിലാവ് എന്ന സെഗ്മെൻ്റാണ് ചന്ദ്രലേഖയിൽ ആദ്യം. ഇന്ത്യയിൽ സിംഹങ്ങളുള്ള ഏക വനമാണ് ഗുജറാത്തിലെ ഗീർ വനം. കാട്ടിൽ സ്വതന്ത്രരായി നടക്കുന്ന സിംഹങ്ങൾക്കും പുലികൾക്കുമൊപ്പം ഒരു ജീവിതം സങ്കല്പിക്കാൻ അധികമാർക്കും കഴിയില്ല. എല്ലാവരെയും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ചരിത്രം കുറിക്കുകയാണ് ഗുജറാത്തിലെ ഗീർ വനത്തിലെ ഈ സൂപ്പർ വനിതകൾ. അസാധ്യമെന്ന് കരുതുന്നതിനെയാണ് ഇവർ മനോധൈര്യത്തിലൂടെയും ആത്മവിശ്വാസത്തിലൂടെയും സാധ്യമാക്കി തീർത്തിരിക്കുന്നത്. ഗീർ വനത്തിലെ സിംഹങ്ങളെയും പുലികളെയും പരിചരിക്കുന്നതും വളർത്തിയെടുക്കുന്നതും ഈ വനിതാ സേനയാണ്. ഡിസ്കവറി ചാനൽ ഈ സ്ത്രീ സേനയെ വിളിച്ചത് ദ ലയൺ ക്വീൻസ് ഓഫ് ഇന്ത്യ എന്നാണ്. ഗീർ വനത്തിലെ ഈ വനപാലകർ 2007 വെറും 8 പേരായിരുന്നെങ്കിൽ ഇപ്പോൾ 43 സ്ത്രീകളായി മാറിക്കഴിഞ്ഞു. സാമ്പത്തിക സ്ഥിതിയൊന്നും ആശാജനകമല്ലെങ്കിലും ശമ്പളത്തിനപ്പുറത്താണ് ഈ വന്യമൃഗങ്ങളോട് ഇവർക്കുള്ള സ്നേഹവും പ്രതിബദ്ധതയും. ഗ്രാമവാസികളുടെ ആക്രമണത്തിൽ പരിക്കേൽക്കുന്ന പുലികളെയും സിംഹങ്ങളെയും പരിചരിക്കുന്നതും ഇവരാണ്, അതും അവയ്ക്കൊപ്പം നിന്ന്. മുറിവേറ്റ മൃഗങ്ങളെ ഒരു വലിയ കുഴിയിലേക്ക് ഇറക്കിയാണ് ചികിത്സ നൽകുന്നത്. ആ കുഴിയിൽ ഈ വന്യമൃഗങ്ങൾക്കൊപ്പം ഈ പെൺപുലികളും വേല ചെയ്യുന്നു. വേനൽക്കാലം ആരംഭിച്ചു കഴിഞ്ഞു. ആരോഗ്യ സംരക്ഷണത്തിൽ കൂടുതൽ ശ്രദ്ധ കൊടുക്കേണ്ട കാലമാണിത്. അടുത്തതായി നമുക്ക് ചന്ദ്രലേഖയുടെ ആരോഗ്യ സെഗ്മെന്റ് കാണാം. തലവേദനയ്ക്കുള്ള ആയുർവേദ ചികിത്സാ രീതികളെക്കുറിച്ച് ഇന്ന് നമ്മളോട് സംസാരിക്കുന്നത് ആയുർവേദ ഡോക്ടറായ ജിത ജീവനാണ്. നമസ്കാരം ഡോക്ടർ. നമസ്കാരം. ഇപ്പോൾ വേനൽക്കാലമാണല്ലോ അടുത്ത് വരുന്നത്. വേനലിൽ സാധാരണ എല്ലാവർക്കും കണ്ടുവരുന്ന ഒരു രോഗമാണ് തലവേദന. അപ്പോൾ തലവേദനയ്ക്ക് ആയുർവേദത്തിൽ എന്തൊക്കെയാണ് പ്രതിവിധികളുള്ളത്? തലവേദനയ്ക്കെന്നല്ല, ഒരുമാതിരി എല്ലാ അസുഖങ്ങൾക്കും ആയുർവേദത്തിൽ പ്രതിവിധികളുണ്ട്. തലവേദനയുടെ കാരണമാണ് നമ്മൾ ആദ്യം നോക്കേണ്ടത്. വെറും തലവേദന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പല കാരണങ്ങൾ കൊണ്ട് വരും. ഇപ്പം തലവേദനയ്ക്ക് സൈനസൈറ്റിസ് ഒരു കാരണമാവാം, മൈഗ്രെയിൻ ഒരു കാരണമാവാം, പിന്നെ കണ്ണിൽ പ്രഷർ വേരിയേഷൻ വന്നിട്ടുണ്ടാകുന്ന ഗ്ലോക്കോമ, ആ ഒരവസ്ഥ തലവേദന ഉണ്ടാക്കാറുണ്ട്. പിന്നെ ട്രൈജെമിനൽ ന്യൂറാൾജിയ എന്ന് പറഞ്ഞൊരവസ്ഥയുണ്ട്, അതും തലവേദന ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ എന്തുകൊണ്ടാണ് ഇവർക്ക് തലവേദന എടുക്കുന്നത്, എന്താണ് കാരണം, അതനുസരിച്ച് നമ്മൾ ചികിത്സിക്കണം. കൂടുതലും ഇപ്പോഴത്തെ കണ്ടുവരുന്നത് കൂടുതലും സൈനസൈറ്റിസും മൈഗ്രെയിനും തന്നെയാണ് കൂടുതലും കാണുന്നത്. സൈനസൈറ്റിസ് അത് പെട്ടെന്ന് വരുന്നതുകൊണ്ട് കാലങ്ങളായിട്ടുള്ള സൈനസൈറ്റിസ്, ക്രോണിക് സൈനസൈറ്റിസ് എന്ന് പറഞ്ഞ അവസ്ഥയുണ്ട്. രണ്ടിനും ചികിത്സാ രീതികൾ കുറച്ച് വ്യത്യാസപ്പെടുത്തിക്കൊണ്ട് ചികിത്സിക്കും. എന്നാലും എല്ലാത്തിനും അതിൻ്റെതായ രീതിയിൽ മരുന്ന് കൊടുത്തു കഴിഞ്ഞാൽ റിസൾട്ട് കിട്ടും. ഒപ്പം ഇവർ വെള്ളം ഒത്തിരി കുടിക്കുക. വെള്ളം കുടിക്കാതിരിക്കും തോറും ഡീഹൈഡ്രേഷൻ പോലെ അവസ്ഥ വന്നിട്ട് അപ്പോൾ നമുക്ക് ഭയങ്കര അസ്വസ്ഥതയുണ്ടാകും. ഒരു ഈവനിങ് ഒക്കെ ആകുമ്പോഴേക്കും ഭയങ്കര തലവേദന. പിന്നെ ഓവറായിട്ട് സൺലൈറ്റ് അങ്ങനെ അടിക്കുന്ന ഒരവസ്ഥ, അപ്പോൾ അതും തലവേദന കൂട്ടും. പിന്നെ ഭക്ഷണം കഴിക്കാതിരിക്കുന്നത്, അപ്പോൾ വയറിൽ വരുന്ന ഇറിറ്റേഷൻസ് എങ്ങനെ പോയാലും അത് തലവേദനയിലേക്ക് ഒരു പരിധിവരെ ചില ആൾക്കാർക്ക് കാരണമാവും. ചിലവർക്ക് ഇപ്പോൾ വയറിൽ ഗ്യാസ് ഫോർമേഷന് ബുദ്ധിമുട്ടുകളുണ്ടെങ്കിൽ ചില ആൾക്കാർക്ക് അതിൻ്റെ സൈഡ് എഫക്റ്റായിട്ട് തലവേദന ആയിരിക്കും ഉണ്ടാവുക. ചില ആൾക്കാർക്ക് അങ്ങനെ തലവേദന ഒന്നും ഉണ്ടാവില്ല, പക്ഷേ വേറെ കോൺസ്റ്റിപ്പേഷനോ അങ്ങനത്തെ എന്തെങ്കിലും ഇറിറ്റേഷൻസോ അല്ലെങ്കിൽ അസിഡിറ്റി പോലത്തെ ബുദ്ധിമുട്ടുകളൊക്കെയാണ് ഉണ്ടാവുക. മിക്ക ആൾക്കാർക്കും തലവേദന ചിലപ്പോൾ കാണാറുണ്ട്, പക്ഷെ അവർക്ക് അത് എന്തുകൊണ്ടാണ് അത് അങ്ങനെ വേർതിരിച്ച് അവർക്ക് അറിയാൻ പറ്റാറില്ല. പക്ഷേ അത് നമ്മൾ വിശദമായി ചോദിച്ചു കഴിഞ്ഞാൽ മിക്കതും അവർ രാവിലെ ഭക്ഷണം കഴിക്കുന്നുണ്ടാവില്ല. രാവിലെ ഭക്ഷണം കഴിക്കാതെയുള്ള ആ ഒരു നെട്ടോട്ടത്തിൽ ഒരു ഉച്ച കഴിയുമ്പോഴേക്കും ഒരു പതുക്കെ 2-3 മണിയൊക്കെ ആകുമ്പോഴേക്കും തലവേദന അങ്ങ് സ്റ്റാർട്ട് ചെയ്യും. പിന്നെ അത് എന്ത് ചെയ്താലും അത് മാറില്ല, ഇങ്ങനെ നിൽക്കും. പിന്നെ ഒരു ദിവസം കിടന്ന് ഉറങ്ങി പിറ്റേ ദിവസമൊക്കെ ആകുമ്പോഴേക്കും ചിലപ്പോൾ അത് മാറി, ചിലപ്പോൾ 2 ദിവസത്തേക്ക് നിൽക്കും. അപ്പോൾ ഇത് അവിടെ മരുന്ന് എടുക്കുന്നതിനോട് ഒപ്പം തന്നെ അതിനേക്കാൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ അവർക്ക് പറഞ്ഞു കൊടുക്കണം, ഭക്ഷണം കഴിക്കാതിരിക്കരുത് എന്ന് പറഞ്ഞു കൊടുക്കണം. അതുപോലെ തന്നെ ഒപ്പം വെള്ളം നന്നായിട്ട് കുടിക്കുക എന്നുള്ളത്. പിന്നെ ഈ മൈഗ്രെയിൻ പോലത്തെ അവസ്ഥയിൽ നമ്മൾ കാണാറുള്ളത് മോഷൻ പോകാൻ ബുദ്ധിമുട്ട് വരുന്ന കേസ്, അല്ലെങ്കിൽ മോഷൻ പോകേണ്ട സമയത്ത് പിടിച്ചു വയ്ക്കുക, പോവാതിരിക്കുക. അതായത് പുരുഷ വേഗ രോധം എന്ന് പറയുക, അതായത്
പോവാൻ സമ്മതിക്കാതിരിക്കുക. ഇതും തമ്മിൽ കണക്ഷൻ വരും. Constipation വരുന്നതും കോൺസ്റ്റിപ്പേഷൻ ഉള്ള പേഷ്യൻസിന് ഒരു പരിധി വരെ ചിലപ്പോൾ തലവേദന ഉണ്ടാവാറുണ്ട്. ആണോ? അതുപോലെ തന്നെയാണ് അബ്ഡോമിനൽ എന്തെങ്കിലും ഡിസ്റ്റർബൻസ് ഉള്ളവർക്കും ഈ പറഞ്ഞ പോലെ തലവേദന ഉണ്ടാവാറുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം ഇവരുടെ ഇപ്പോൾ പ്രത്യേകിച്ച് ഒരു കാരണവും ഇല്ലാതെയാണ് മൈഗ്രെയിൻ നമ്മൾ പറയാറുണ്ടെങ്കിലും ഇവർക്ക് ഈ രീതിയിലെ പ്രശ്നങ്ങൾ എങ്ങനെ പോയാലും ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് ഇങ്ങനത്തെ കംപ്ലയിൻറ്റ്സ് ഇവർ പറയും. അപ്പോൾ ഇവരുടെ ഈ രീതിയിലുള്ള പ്രശ്നങ്ങൾ പരിഹരിച്ചു കൊണ്ടുപോവുകയാണെങ്കിൽ ഇവർക്ക് സ്വാഭാവികമായിട്ടും ഈ തലവേദനയും കൂടെ ഒപ്പം മാറി വരും. നന്നായിട്ട് റിസൾട്ട് കിട്ടുന്നതാണ് തലവേദനയിൽ നമ്മൾ ട്രീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ. പിന്നെ ചെയ്യാവുന്നത് ക്രോണിക് സൈനസൈറ്റിസ് പോലെ ഇപ്പം മൈഗ്രെയിൻ ആണെങ്കിലും ഉണ്ട്, നമുക്ക് മൂക്കിൽ മരുന്ന് ഒഴിക്കുക എന്നുള്ള ഒരു ട്രീറ്റ്മെൻറ്റ് ആയുർവേദത്തിലുണ്ട്, നസ്യം എന്നൊക്കെ പറയും. അപ്പോൾ അത് ഏത് അവസ്ഥയാണെന്നനുസരിച്ചിട്ട് ഏത് മരുന്ന് തിരഞ്ഞെടുക്കുക ചികിത്സിക്കുന്ന ഡോക്ടർക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ അവർ പറഞ്ഞതനുസരിച്ചുള്ള മരുന്നുകൾ മൂക്കിൽ ഒഴിച്ചുകൊണ്ട് അതും കുറേ നല്ല റിസൾട്ട് അതിനകത്ത് തരും. സൈനസൈറ്റിസ് ആകുമ്പോൾ തിരഞ്ഞെടുക്കേണ്ട മരുന്ന് വേറെ, മൈഗ്രെയിന് തിരഞ്ഞെടുക്കേണ്ടത് വേറെ, അത്രയേ ഉള്ളൂ വ്യത്യാസം. തലവേദന ഒരിക്കലും ഒരു രോഗമല്ല, ഒരു രോഗലക്ഷണമാണെന്ന് പറയുമല്ലോ, അതെന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? ഇപ്പം ഞാൻ പറഞ്ഞല്ലോ, ഇപ്പം ഇന്ന കാരണങ്ങൾ എല്ലാം തലവേദന ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ തലവേദനിക്കുന്നു എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്, അതിൻ്റെ കാരണം അന്വേഷിച്ച് പോയി കഴിഞ്ഞാൽ വേറെ അസുഖമാണ്. അപ്പോൾ ആ അസുഖത്തിൻ്റെ രോഗലക്ഷണമാണ് തലവേദനയായിട്ട് വരുന്നത്. അപ്പോൾ മൈഗ്രെയിൻ എന്ന് പറഞ്ഞ അവസ്ഥ വെച്ചാൽ രണ്ട് വശങ്ങളിലുമായിട്ട് ഇങ്ങനെ ശക്തമായ വേദന വരികയാണ്. അപ്പോൾ അത് ശരിക്കും പറഞ്ഞാൽ ഞങ്ങളുടെ ഇതിൽ പറയുമ്പോൾ പല സ്രോതസ്സുകളുടെ രോധം കൊണ്ട് എന്നൊക്കെ പറയും. അപ്പോൾ അത് ആ അവസ്ഥയ്ക്ക് നമുക്ക് റിസൾട്ട് കാണുന്നത് തലവേദനയാണ്. അതുപോലെ സൈനസൈറ്റിസ് എന്ന് പറഞ്ഞ അവസ്ഥ വേറെയാണ്, അത് എല്ലാ സൈനസിലും വരുന്ന ഇൻഫ്ലമേഷൻ ആണ്. അപ്പോൾ അതിൻ്റെ നമുക്ക് റിസൾട്ട് തൊടുമ്പോൾ സൈനസിലെ തൊടുമ്പോൾ വേദന ഇതല്ല. അപ്പോൾ അത് ലക്ഷണങ്ങളാണ് ഈ പറയുന്നതെല്ലാം. പിന്നെ ഞാൻ പറഞ്ഞല്ലോ കണ്ണിലെ പ്രശ്നം, അപ്പോൾ ആ പ്രഷർ വേരിയേഷൻ വരുന്നതുകൊണ്ട് ഗ്ലോക്കോമ എന്ന് പറഞ്ഞ അവസ്ഥ, അത് രോഗം, അതാണ് രോഗം. അപ്പോൾ അതിൻ്റെ ഇതിൽ നമുക്ക് അനുഭവപ്പെടുന്നത് തലവേദന ഉണ്ടാവും, കണ്ണുവേദന ഉണ്ടാവും, കണ്ണിൽ വേറെ ഇറിറ്റേഷൻസ് ഒക്കെ ഉണ്ടാവും. മൈഗ്രെയിനിൽ പിന്നെ അതുപോലെ തന്നെ കിട്ടുന്ന ലക്ഷണങ്ങളാണ് വൊമിറ്റിങ്ങും നോസിയ, ഛർദ്ദിക്കാൻ തോന്നിക്കുക എന്നുള്ള അവസ്ഥയൊക്കെ. അപ്പോൾ അതും കാണാറുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് പറയുന്നത് ട്രീറ്റ്മെൻറ്റ് എടുക്കുമ്പോൾ എന്തുകൊണ്ടാണ് വന്നതെന്ന് ആദ്യം കണ്ടുപിടിച്ചിട്ട് ആ അസുഖത്തിന് ചികിത്സിക്കണം, എന്നാലാണ് ഓട്ടോമാറ്റിക്കലി തലവേദന മാറിപ്പോവുള്ളൂ. ഡീഹൈഡ്രേഷൻ മൂലം ഉണ്ടാകുന്ന തലവേദനകളാണെങ്കിൽ അത് വെള്ളം കുടിച്ചാൽ തന്നെ മാറും? വെള്ളം കുടിച്ചാൽ തന്നെ മാറും എന്ന് വന്നു കഴിഞ്ഞിട്ട് നമുക്ക് അന്നേരം വെള്ളം കുറേ കുടിച്ചുകൊണ്ട് തലവേദന അപ്പം തന്നെ മാറിപ്പോവില്ല. അപ്പം നമ്മൾ പിന്നെ തലവേദന മാറാനായിട്ടുള്ള ഇപ്പോൾ വാതകോപമാണ് അവിടെ സംഭവിച്ചിട്ടുണ്ടാവുക, അപ്പോൾ വാദശമനമായിട്ടുള്ള മരുന്നുകൾ കൊടുത്ത് മാറ്റണം. പക്ഷേ വീണ്ടും ഇത് വരിക, അതില്ലാണ്ടിരിക്കാനായിട്ട് നമ്മൾ വീണ്ടും ഈ പറഞ്ഞ പോലെ നന്നായിട്ട് വെള്ളമൊക്കെ കൊടുത്ത്, ഒരു ചെടി വെള്ളം കിട്ടിയില്ലെങ്കിൽ വാടി പോകുന്ന പോലെ തന്നെയാണ് നമ്മുടെ ബോഡി സെൽസും വേണ്ട വിധത്തിലുള്ള നമ്മുടെ ശരീരത്തിലെ പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം കിട്ടണം എങ്ങനെ പോയാലും. അപ്പോൾ അത് ക്ഷീണവും നന്നായിട്ട് രാവിലെ മുതൽ രാത്രി വരെ, രാവിലത്തെ അതേ ഉന്മേഷത്തോടുകൂടി രാത്രി ഇരിക്കണമെങ്കിൽ അതനുസരിച്ച് നമ്മൾ നന്നായിട്ട് വെള്ളം കുടിച്ച് നോക്കൂ. പറയുമ്പോൾ വളരെ നിസ്സാരമായിട്ട് എടുക്കും, ആരും അത് സീരിയസ് ആയിട്ട് എടുക്കില്ല, പക്ഷേ അത് പ്രാവർത്തികമാക്കുമ്പോൾ നല്ല റിസൾട്ടാണ് കിട്ടുക. പിന്നെ സ്ത്രീകളിലാണെങ്കിൽ തന്നെ ഈ ആർത്തവ സംബന്ധമായ ആ ദിവസങ്ങളിൽ തലവേദന കോമൺ ആയിട്ട് കാണാറുണ്ട്, അതെന്തുകൊണ്ടാണ് അങ്ങനെ ഒരു തലവേദന? അത് ഞങ്ങളുടെ ഇതിൽ പറയുവാണെങ്കിൽ വാദദോഷത്തിൻ്റെ കോപം എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. അപ്പം അത് നമ്മൾക്ക് സ്ത്രീകൾക്ക് പീരീഡ്സിൻ്റെ ആ ദിവസങ്ങളിൽ ചിലവർക്കേ ഉണ്ടാവുള്ളൂ ശക്തമായ വയറുവേദന എടുക്കും. അപ്പോൾ അവർ ആ വയറുവേദന എടുക്കുന്ന സമയത്ത് പിന്നെ അവരൊരു ഭക്ഷണം കഴിക്കില്ല, വേദന എന്ന് പറഞ്ഞൊരു കിടക്കും. അപ്പോൾ ഭക്ഷണം കഴിക്കാണ്ടാവുമ്പോൾ സ്വാഭാവികമായിട്ടും വയറിൽ ഗ്യാസ് ഫോർമേഷൻ ഉണ്ടാവും. അപ്പോൾ അതിൻ്റെ ഒരു സൈഡ് എഫക്റ്റായിട്ട് പിന്നെ തലവേദന തുടങ്ങും. അപ്പോൾ ശരിക്കും ഇവർ വേദന ഉണ്ടെങ്കിലും ഇവരുടെ റുട്ടീനിലൊന്നും വ്യത്യാസം വരുത്താതെ ഇരിക്കുകയാണെങ്കിൽ ഇവർക്ക് ഇത്രയും തലവേദനയിലേക്കൊന്നും പോവില്ല. പിന്നെ പീരീഡ്സിന് വയറുവേദന എടുക്കും എന്ന് ഉള്ള അങ്ങനത്തെ ഒരു ബോഡി ടെൻഡൻസി ഉള്ള ഒരാളാണെങ്കിൽ അവർക്ക് പീരീഡ്സിനോട് മുന്നോടിയായിട്ട് പീരീഡ്സിൻ്റെ ഡേറ്റിനേക്കാൾ മുമ്പുള്ള ദിവസങ്ങളിൽ നമ്മൾ എക്സസൈസൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ, ഭക്ഷണം എക്സസൈസും യോഗയാണെങ്കിൽ അത് മര്യാദയ്ക്ക് ചെയ്യുകയാണെങ്കിൽ അവർക്ക് ആ പീരീഡ് സമയത്തുള്ള വേദനകൾ കുറഞ്ഞു കാണാറുണ്ട്. ഒന്നും ചെയ്യാതെ അനങ്ങാതിരിക്കുന്നവർക്കാണ് ശക്തമായ വേദന എപ്പോഴും ഫീൽ ചെയ്യുക. ഇങ്ങനെയുള്ളവർക്ക് അത് മിക്കതും അവരുടെ എന്താ പറയുക പാരമ്പര്യമായിട്ടുള്ള അമ്മയ്ക്കും അങ്ങനെ തന്നെയായിരുന്നു ഉണ്ടാവും. അപ്പോൾ അങ്ങനെ കിട്ടണതാണ്. പക്ഷേ നമ്മൾ അതനുസരിച്ച് അവർക്ക് മരുന്നും അതുപോലെ തന്നെ ഇത് പറഞ്ഞു കൊടുത്ത് അത് ചെയ്യിപ്പിക്കുകയാണെങ്കിൽ പിന്നീട് അവർക്ക് പീരീഡ്സിൻ്റെ വേദന കുറഞ്ഞു കാണാറുണ്ട്. ഏതൊക്കെ തരത്തിലുള്ള യോഗകളാണ് അത്? അന്നേരം നമ്മൾ തിരഞ്ഞെടുക്കുന്ന ആസനങ്ങൾ വയറ് ഭാഗം കൂടുതൽ ഉൾപ്പെടുന്ന രീതിയിലുള്ള ആസനങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ റിസൾട്ട് കിട്ടാറുണ്ട്. ഇപ്പോൾ ഭുജംഗാസനാണെങ്കിലും അതേ പശ്ചിമോത്താനാസനങ്ങളാണെങ്കിലൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ റിസൾട്ട് നല്ല വ്യത്യാസം ഉണ്ടാവാറുണ്ട്. വയറുവേദന ഒന്നും പിന്നെ അധികം പറയാറില്ല. സാധാരണയായി തലവേദന കണ്ടുവരുന്നവർ അവർ ശീലിക്കേണ്ട ചില ആഹാരശീലികളൊക്കെ ഉണ്ടാവില്ല, എന്തൊക്കെയാണ് അവർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ? പ്രധാനമായിട്ടും വാദവർദ്ധകമായിട്ടുള്ള ആഹാരങ്ങൾ ഒഴിവാക്കുക. വാദവർദ്ധകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എരിവ്,
പുളി, ഉപ്പ്, ഇങ്ങനത്തെ രസങ്ങൾ കൂടുതൽ ഉൾപ്പെടുന്ന ഭക്ഷണങ്ങൾ അത് കഴിവതും കുറയ്ക്കുക. ചിലർക്ക് ഭയങ്കര ഇഷ്ടമായിരിക്കും ഒത്തിരി എരിവ് കഴിക്കുക, ഒത്തിരി പുളി കഴിക്കുക, ഉപ്പൊക്കെ കൂടി, അപ്പോൾ അച്ചാർ അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഒത്തിരി കഴിക്കുന്ന കുട്ടികളുണ്ടാവും. അപ്പോൾ അവരോടൊക്കെ അതൊക്കെ കുറയ്ക്കാൻ പറയണം. പിന്നെ ഉള്ളത് തണുത്ത ഭക്ഷണങ്ങൾ, അപ്പോൾ ഐസ്ക്രീം, അതുപോലെ തന്നെ തണുത്ത വെള്ളങ്ങൾ, അതായത് അത് അല്ലെങ്കിൽ തന്നെ തണുത്ത വെള്ളം കുടിക്കാൻ നമ്മൾ പറയാറില്ല. ഫ്രിഡ്ജ് വെച്ച് വെള്ളം കുടിക്കരുത്, എന്നാൽ കൂജയിൽ വെച്ച് തണുപ്പിച്ച വെള്ളം കുടിക്കാം. അതുപോലെ തന്നെയാണ് സോഫ്റ്റ് ഡ്രിങ്ക്സ് കുടിക്കുന്നത്, അത് തണുപ്പിച്ച് കുടിക്കുന്നത്, അതൊക്കെ ഒഴിവാക്കുക. ഇതെല്ലാം ഇങ്ങനെ എടുക്കുന്ന കുട്ടികൾക്ക് എങ്ങനെ പോയാലും അവർക്ക് ദിവസത്തെ ഒരു നേരമെങ്കിലും തലവേദന എടുക്കും, വെയിലൊക്കെ കൊണ്ട് നടന്ന് ഇങ്ങനത്തെ ഭക്ഷണം. അപ്പോൾ പെട്ടെന്ന് വെയിലത്ത് നിന്ന് വന്നിട്ട് അപ്പം തന്നെ എ സിയിലേക്ക് കയറിയിട്ട് ഇരിക്കുന്നവർക്ക് എങ്ങനെ പോയാലും തലവേദന, ഒപ്പം ചുമ, അങ്ങനത്തെ അവസ്ഥകളൊക്കെ വരാറുണ്ട്. അപ്പോൾ അത് പെട്ടെന്ന് ആ ക്ലൈമറ്റ് ചേഞ്ച് ചെയ്യുന്നതുകൊണ്ട് വിയർപ്പ് പെട്ടെന്ന് താഴാതെ തന്നെ കുളിക്കുക, വിയർപ്പ് തുടച്ച് മാറ്റാതെ തന്നെ പെട്ടെന്ന് ഓടിപ്പോയി കുളിക്കുക, എ സിയിലിരിക്കുക ഒക്കെ ചെയ്യുമ്പോഴും അതിൻ്റെ ബുദ്ധിമുട്ട് ഉണ്ടാവാറുണ്ട്. അതുപോലെ മദ്യം കഴിക്കുന്നവരാണെങ്കിൽ അത് എല്ലാം നമ്മുടെ ഈ ബുദ്ധിമുട്ടുകൾ കൂട്ടും. പിന്നെ എപ്പോഴും അന്നന്ന് ഉണ്ടാക്കിയ ഭക്ഷണം കഴിക്കാനായിട്ട് കഴിയുമെന്ന് ശ്രമിക്കുക. മുമ്പ് ഉണ്ടാക്കിയ ഭക്ഷണം ഫ്രിഡ്ജിൽ വെച്ചെടുത്ത് വീണ്ടും എടുത്ത് ചൂടാക്കി കഴിക്കുക, അതൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പല അസുഖങ്ങളും ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ കഴിവതും അന്നന്ന് ഉണ്ടാക്കുന്ന ഭക്ഷണം കഴിക്കുക. എല്ലാം കറി വെച്ച് കഴിക്കാൻ നോക്കുക, കഴിവതും ഫ്രൈഡ് ആയിട്ടുള്ളത് ഒഴിവാക്കിക്കൊണ്ട്. ആയുർവേദത്തിൽ ഇപ്പം തലവേദനയ്ക്ക് എന്തെങ്കിലും പ്രതിവിധികൾ ഉണ്ടായിരുന്നു നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാവുന്നതുണ്ട്. പ്രധാനമായിട്ടും നമ്മൾ ഏറ്റവും കൂടുതൽ ആൾക്കാർ അനുഭവിക്കുന്നത് മിക്കതും സൈനസൈറ്റിസിൻ്റെ വേദനയായിരിക്കും. അപ്പോൾ നമുക്ക് ചെയ്യാവുന്നത് ഏറ്റവും സിമ്പിളായിട്ട് വീട്ടിൽ കിട്ടാവുന്നതായിട്ടുള്ള ഒരു ഇത് ഞാൻ പറഞ്ഞുതരാം. രാസ്നാദി ചൂർണം എല്ലാവരുടെ വീട്ടിലും മിക്കതും ഉണ്ടാവും, ചെറുനാരങ്ങ ഉണ്ടാവും. അപ്പോൾ ചെറുനാരങ്ങ പിഴിഞ്ഞ് നീരെടുത്തിട്ട് ആ നീരിൽ ഈ രാസ്നാദിപ്പൊടി ചാലിച്ചിട്ട് ഒന്ന് ചൂടാക്കുക. അപ്പം അത് ഒന്ന് ബബിൾസൊക്കെ ഇങ്ങനെ വരും, ആ ഒരു പാകം, ബബിൾസ് പൊട്ടുന്നൊരു പാകത്തിലെടുത്തിട്ട് കുറച്ച് സഹിക്കാവുന്ന ചൂടിലെടുത്ത് സ്വല്പം എടുത്ത് നെറുകയിൽ തളം വയ്ക്കാമെന്ന് പറയും, നെറുകയിൽ വെച്ച് ബാക്കി ഭാഗം വേദനയുള്ള സ്ഥലത്ത്. ഇപ്പം എല്ലാ സൈനസിലും ടെൻഡനസ് ഉണ്ടാവും, തൊട്ട വേദന അല്ലെങ്കിൽ തല കുനിക്കുമ്പോൾ വേദന, ഭയങ്കര സഹനീയമായ വേദനയായിരിക്കും. പിരികമല്ല, അത് ഇവിടുത്തെ ഈ സൈനസിലാണ് നമുക്ക് ആ വേദന എടുക്കുന്നത്. അപ്പോൾ ഇവിടെ ഈ സൈനസ് ഇവിടെയൊക്കെ നമുക്ക് വേദനയുണ്ട്. അപ്പോൾ ഇവിടെ എല്ലാം ഈ പറഞ്ഞ മിക്സ് ചൂടാക്കിയിട്ടിടാവൂ, ചൂടാക്കിയിട്ട് സഹിക്കാവുന്ന ചൂടിൽ ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഒരു 10 മിനിറ്റ് നേരം നമ്മൾ റെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ അത് വലിഞ്ഞു കഴിഞ്ഞാൽ തളം മാറ്റുക, ഇത് ചൂടുള്ള വെള്ളത്തിൽ കഴുകുക, തളം മാറ്റി അവിടെ സ്വല്പം രാസ്നാദിപ്പൊടി തിരുമ്മി കൊടുക്കുക. ഇത് ചെയ്ത് കഴിയുമ്പോഴേക്കും നമുക്ക് അസഹനീയമായി നിൽക്കുന്ന തലവേദന നന്നായിട്ടങ്ങ് കുറയും. സൈനസൈറ്റീസിൽ ചെയ്യാം. പിന്നെ അതുപോലെ തന്നെ എന്തെങ്കിലും ഇൻഫ്ലമേഷൻ വന്നിട്ടാണെങ്കിൽ നമുക്ക് ഇപ്പോൾ പല്ല് മോണയ്ക്ക് എന്തെങ്കിലും കംപ്ലയിൻറ്റ്സ് വന്നിട്ട് നമുക്ക് ഇവിടെ വേദന എടുക്കാൻ അങ്ങനെ വന്നാൽ നമുക്കിത് ചെയ്യാവുന്നതുള്ളൂ. അതുപോലെ ടോൺസിലിൻ്റെ ഇൻഫ്ലമേഷൻ, ടോൺസൈറ്റിസ് അടിച്ചു കഴിഞ്ഞാൽ അങ്ങനെ തൊണ്ടനക്കാൻ പറ്റാതിരിക്കുന്ന സിറ്റുവേഷൻ ആണെങ്കിൽ നമുക്ക് ഇത് ഇവിടെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നല്ല ആശ്വാസം ഉണ്ടാകും. അതൊക്കെ സഡൻ റിസൾട്ടാണ്. അപ്പോൾ ഇന്ന് ചെയ്ത് കഴിഞ്ഞ് ഇത്തിരി ചൂടുള്ള വെള്ളത്തിൽ 1-2 തുള്ളി ചെറുനാരങ്ങയും ഉപ്പും ഇട്ടിട്ട് ഒന്ന് ഗാഗിൾ ചെയ്യുക, ഇടയ്ക്കിടയ്ക്ക് 2-3 മണിക്കൂർ കൂടുമ്പോൾ ഗാഗിൾ ചെയ്യും കൂടി ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് നാളെ ആകുമ്പോഴേക്കും നമുക്ക് നല്ലൊരു ആശ്വാസം തൊണ്ടയ്ക്കും ഒക്കെ കിട്ടും. ഇതും പെട്ടെന്ന് കുറഞ്ഞു കിട്ടും. അത് ചെയ്ത് കഴിഞ്ഞാൽ ഒപ്പം പിന്നെ അതിൽ മാത്രം നിർത്തുകയല്ല, ഇങ്ങനത്തെ ഒരു അവസ്ഥ എനിക്കുണ്ട് എന്ന് മനസ്സിലാക്കിയിട്ട് അതിന് ട്രീറ്റ്മെൻറ്റ് എടുക്കുക. അപ്പം മരുന്നും കുടിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ അങ്ങനെ 2 ആഴ്ച 3 ആഴ്ചയൊക്കെ മരുന്ന് എടുത്തുകൊണ്ടിരിക്കുമ്പോഴേക്കും പതുക്കെ ഈ വേദന വരുന്നതിൻ്റെ തവണ കുറഞ്ഞു കിട്ടും. ഇപ്പോൾ ഒരു ദിവസം 2-3 പ്രാവശ്യം അല്ലെങ്കിൽ എല്ലാ ദിവസവും വേദന വരുന്നതൊക്കെ മാറിയിട്ട് പിന്നെ കുറഞ്ഞു വരും. അപ്പോൾ നമ്മൾ എന്തെങ്കിലും അബദ്ധം കാണിക്കുകയാണെങ്കിൽ ചിലപ്പോൾ വീണ്ടും വരും. അടുത്തതായി നമുക്ക് ചന്ദ്രലേഖയിലൂടെ ഒരു കരിയർ ഗൈഡൻസ് സെഗ്മെന്റ് കാണാം. നമസ്കാരം. ഒരു കരിയറിൽ നമ്മൾ മുന്നേറാൻ ശ്രമിക്കുമ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധ കൊടുക്കേണ്ടത് അതിൻ്റെ ബേസിക് സ്റ്റെപ്പായ കമ്മ്യൂണിക്കേഷൻ സ്കിൽസിലാണ്. ഇന്ന് നമ്മുടെ കൂടെയുള്ളത് കമ്മ്യൂണിക്കേഷൻ ആൻഡ് ഗ്രൂമിംഗ് എക്സ്പേർട്സായ 2 പേരാണ്. നമുക്ക് അവരെ പരിചയപ്പെടാം. ഹലോ, എൻ്റെ പേര് ഷെറിൻ, ഞാനൊരു സോഫ്റ്റ് സ്കിൽസ് ട്രെയിനറാണ്. ഹായ്, ഞാൻ വിമി, ഞാനൊരു സ്റ്റൈലിസ്റ്റ് കം ഗ്രൂമിംഗ് എക്സ്പേർട്ടാണ്. ഏതൊക്കെ തരം കമ്മ്യൂണിക്കേഷൻസ് ഉണ്ട്? കമ്മ്യൂണിക്കേഷൻ ബേസിക്കലി 2 ടൈപ്സ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ഉണ്ട്. വെർബൽ കമ്മ്യൂണിക്കേഷൻ, നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ. വെർബൽ കമ്മ്യൂണിക്കേഷൻ നമ്മൾ സംസാരിക്കുന്ന വേർഡ്സ് യൂസ് ചെയ്യുന്നതാണ് വെർബൽ കമ്മ്യൂണിക്കേഷൻ. നോൺ വെർബൽ എന്ന് വെച്ചാൽ വേർഡ്സ് യൂസ് ചെയ്യാണ്ട് വേറെ കമ്മ്യൂണിക്കേഷൻ. ഇപ്പോൾ ഫേസ് ടു ഫേസ് കമ്മ്യൂണിക്കേഷനിൽ നമ്മളുടെ വേർഡ്സ് മാത്രമല്ല വേറെ നോൺ വെർബലിയും നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. ബോഡി ലാംഗ്വേജ്. ഇപ്പോൾ ബോഡി ലാംഗ്വേജ് അവിടെ ഭയങ്കര ഇമ്പോർട്ടൻസ് ഉണ്ട് ഒരു ഫേസ് ടു ഫേസ് കമ്മ്യൂണിക്കേഷനിൽ. അപ്പോൾ ബോഡി ലാംഗ്വേജിൽ വരുന്നത് മെയിനായിട്ട് നമ്മുടെ ഐസ്,
നമ്മുടെ കണ്ണ്, നമ്മുടെ ഫേഷ്യൽ എക്സ്പ്രഷൻസ്, ആക്ച്വലി നമ്മുടെ ഹോൾ ബോഡി കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. നമ്മൾ എങ്ങനെയാണ് ഇരിക്കണേ, നമ്മൾ കൈ എങ്ങനെയാണ് യൂസ് ചെയ്യണേ, നമ്മൾ എങ്ങനെയാണ് നിൽക്കണേ, നമ്മുടെ പോസ്ചർ, ഇരിക്കുമ്പോഴുള്ള പോസ്ചർ, നിൽക്കുമ്പോഴുള്ള പോസ്ചർ, നമ്മൾ നടക്കുമ്പോൾ സ്റ്റൈൽ, വാക്കിംഗ് സ്റ്റൈൽ, ഇതൊക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യും നോൺ വെർബലി. അപ്പോൾ അതും നമ്മൾ ഭയങ്കരമായിട്ട് ശ്രദ്ധിക്കണം. അപ്പോൾ അക്കോർഡിംഗ് ടു റീസെർച്ച് ഡൺ ബൈ സം അമേരിക്കൻ യൂണിവേഴ്സിറ്റീസ് 55% കമ്മ്യൂണിക്കേഷൻ ചെയ്യണത് നമ്മുടെ നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ, നമ്മുടെ ബോഡി ലാംഗ്വേജ് ആണ് 55% കമ്മ്യൂണിക്കേറ്റ് ചെയ്യണത്. ഇന്റർവ്യൂലൊക്കെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാന്ന് തോന്നുന്നു നോൺ വെർബൽ അതെ കമ്മ്യൂണിക്കേഷൻ. അതെ. ഇപ്പോൾ നമ്മുടെ ബോഡി ലാംഗ്വേജ് മാത്രമല്ല, നമ്മുടെ ടോൺ ഓഫ് വോയിസും കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. അപ്പോൾ ഒരു കമ്മ്യൂണിക്കേഷനിൽ ഞാൻ പറഞ്ഞ പോലെ 55% കമ്മ്യൂണിക്കേഷൻ ഇസ് ഡൺ ബൈ ബോഡി ലാംഗ്വേജ്, 38% ബൈ ദ ടോൺ വി യൂസ്. ഇപ്പോൾ നമ്മൾ ഒരു ആൾ ഭയങ്കര ദേഷ്യപ്പെട്ട് സംസാരിക്കുമ്പോൾ അയാളുടെ ടോണിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഹീസ് ആംഗ്രി. ഇപ്പോൾ ഒരു ആൾ നെർവസ് ആണെങ്കിൽ ആളുടെ ടോണിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. സോ ഒരു ഇൻ്റർവ്യൂവിൽ ഒരു കാൻഡിഡേറ്റ് നമ്മുടെ മുമ്പിൽ ഇരിക്കുമ്പോൾ ആ കാൻഡിഡേറ്റിൻ്റെ ബോഡി ലാംഗ്വേജും സംസാരിക്കുന്ന രീതിയും യൂസ് ചെയ്യുന്ന ടോണിനും നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. വെദർ ഹീ ഈസ് കോൺഫിഡൻറ്റ്, വെദർ ഹീ ഈസ് നെർവസ്, അത് നമുക്ക് നമ്മൾ പറയുന്ന വേർഡ്സ് ഓൺലി 7% ആ കമ്മ്യൂണിക്കേഷനിൽ ഇഫക്റ്റ് ചെയ്യണുള്ളൂ. സോ നമ്മൾ കൂടുതൽ ഇമ്പോർട്ടൻസ് വി ഹാവ് ടു ചേഞ്ച് അവർ ബോഡി ലാംഗ്വേജ്. മാനേഴ്സ് എന്ന് പറഞ്ഞിട്ട് കുറെ കാര്യങ്ങളില്ലേ, അപ്പൊ ചിലപ്പം ചിലരുടെ ബോഡി ലാംഗ്വേജ് കൊണ്ടായിരിക്കും അവർക്ക് മാനേഴ്സ് ഇല്ല എന്ന് പറയപ്പെടുന്നത്. അതൊക്കെ നമ്മളെ ഏതൊക്കെ രീതിയിൽ നമ്മൾ ശ്രദ്ധിക്കണം ഒരു ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യുമ്പോൾ? ഇപ്പോൾ ഒരു ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുമ്പോൾ സപ്പോസ് ഒരു കാൻഡിഡേറ്റ് കുറച്ച് ഭയങ്കര നെർവസ് ആണ്, അപ്പോൾ ആ കാൻഡിഡേറ്റിന് ഐ കോണ്ടാക്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റില്ല. ഇൻ്റർവ്യൂവേഴ്സായിട്ട് ചിലപ്പോൾ താഴത്തേക്കായിരിക്കും കൂടുതൽ നോക്കണേ, അല്ലെങ്കിൽ ആലോചിച്ച് പറയുകയാണെങ്കിൽ ചിലപ്പോൾ മുകളിലേക്കായിരിക്കും എപ്പോഴും കണ്ണ് പോകുന്നത്. അപ്പോൾ അതിൽ നിന്ന് ഇൻ്റർവ്യൂവേഴ്സിന് മനസ്സിലാക്കാൻ പറ്റും ഹീ ഈസ് നോട്ട് പ്രിപ്പയർഡ് വെൽ, അല്ലെങ്കിൽ ഹീ ഈസ് നോട്ട് കോൺഫിഡൻറ്റ് ഇനഫ്. ഓക്കെ, സോ ഫസ്റ്റ് നമ്മൾ ഒരു കാൻഡിഡേറ്റ് എന്താ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ത്രൂ ഔട്ട് ദി ഇൻ്റർവ്യൂ എത്ര ഇൻ്റർവ്യൂവേഴ്സ് ഉണ്ട് അവരുടെ എല്ലാവരുടെ അടുത്തും ഐ കോണ്ടാക്ട് മെയിൻറ്റെയിൻ ചെയ്യണം. അവരെ നോക്കി സംസാരിക്കണം, അവരുടെ ഫേസ് നോക്കി സംസാരിക്കണം. പിന്നെ വോയിസ് ലൗഡ് ആൻഡ് ക്ലിയർ ആയിരിക്കണം, ബ്രേക്ക് ചെയ്യാൻ പാടില്ല. സോ അതിനു വേണ്ടി പ്രോപ്പർ പ്രിപ്പറേഷൻ വേണം, പ്രാക്ടീസ് വേണം, സംസാരിച്ച് പ്രാക്ടീസ് ചെയ്യണം. എന്തൊക്കെ പോയിന്റ്സാണ് പറയുക, എന്തൊക്കെ ടൈപ്പ് ക്വസ്റ്റ്യൻസിന് എന്തൊക്കെ പോയിന്റ്സ് പറയുക, അത് പ്രാക്ടീസ് ചെയ്ത് ബൈ ഹാർട്ട് ചെയ്യാൻ പാടില്ല. ബൈ ഹാർട്ട് ചെയ്താൽ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഒരു വേർഡ് അല്ലെങ്കിൽ പോയിന്റ് മിസ് ചെയ്താൽ പിന്നെ മൈൻഡ് ബ്ലാങ്ക് ആയിപ്പോകും. സോ അത് പോയിന്റ്സ് മാത്രം ഓർത്തെടുത്തിട്ട് നാച്ചുറലായിട്ട് സംസാരിക്കാം. ഒരു കാൻഡിഡേറ്റ് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുമ്പോൾ കൈ ഇങ്ങനെ പിടിച്ചാൽ ഇത് ഭയങ്കര ഒരു ക്ലോസ്ഡ് പോസ്ചറാണ്. ഒന്നെങ്കിൽ ഞാൻ ആ ഇൻ്റർവ്യൂവിൽ ഇൻട്രസ്റ്റഡ് അല്ല, അല്ലെങ്കിൽ എനിക്ക് കുറച്ച് പേടിയുണ്ട്, സോ ഞാൻ എന്നെ തന്നെ ഒരു പ്രൊട്ടക്റ്റ് ചെയ്യാൻ. ഇത് ഭയങ്കര ഡിഫെൻസീവ് പോസ്ചറാണ്, ഞാൻ ഡിഫെൻഡ് ചെയ്യണം എന്നെ തന്നെ. ആൻഡ് ഇറ്റ് ഈസ് ഓൾസോ ക്ലോസ്ഡ് പോസ്ചർ. സോ ഒരു കമ്മ്യൂണിക്കേഷനിൽ ഓപ്പൺനെസ് ഫീൽ ചെയ്യണമെങ്കിൽ ഓപ്പൺ പോസ്ചർ ആവണം, നമ്മളുടെ കൈ ഓപ്പൺ ആവണം. സോ ദിസ് ഷോസ് ദാറ്റ് ഐ എം ഓപ്പൺ ടു കമ്മ്യൂണിക്കേറ്റിംഗ് വിത്ത് യു. അപ്പോൾ ഒരു ഇൻ്റർവ്യൂവിൽ അതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ നമ്മൾ എങ്ങനെയാണ് ആ ചെയറിൽ ഇരിക്കുന്നത്. ഇപ്പോൾ ഒരു ചെയറിൻ്റെ എഡ്ജിലിരുന്നാൽ ദാറ്റ് മീൻസ് കുറച്ച് പേടി ഉണ്ടാവും, പക്ഷെ കംഫർട്ടബിൾ ആയിട്ട് ഫുൾ സീറ്റിലിരുന്നാൽ ഞാൻ കോൺഫിഡൻ്റ് ആണ്. പക്ഷെ ഉടനെ നമ്മൾ ആ ഇൻ്റർവ്യൂ ബോർഡിലാണെങ്കിൽ തന്നെ ടേബിൾ കൊണ്ട് ഉടനെ കൈ ടേബിളിൽ വെച്ച് അതൊന്നും ശരിയായിട്ടുള്ള ഒരു പോസ്റ്റർ അല്ല. ടേബിളിൽ ഇല്ല, അത് നമ്മുടെ ടേബിൾ അല്ല, അത് അവരുടെ ടേബിളാണ്. നമ്മുടെ കൈ അതുമേ വയ്ക്കാൻ പാടില്ല. സപ്പോസ് ഫയലൊക്കെ കൊടുക്കാനുണ്ടെങ്കിൽ അങ്ങനെ നമുക്ക് യൂസ് ചെയ്യാം, ബട്ട് നോട്ട് അത് ഓവർടേക്ക് ചെയ്യാൻ പാടില്ല, അവരുടെ സ്പേസ് യൂസ് ചെയ്യാൻ പാടില്ല. പിന്നെ വരുന്നത് ആസ് യു സെഡ് പേഴ്സണൽ സ്പേസ്. ഇപ്പോൾ ഓരോ ആൾക്ക് ഒരു പേഴ്സണൽ സ്പേസ് ഉണ്ട്. നമുക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള ആൾക്കാരെ നമ്മളുടെ പേഴ്സണൽ സ്പേസിൽ നമ്മൾ അലൗ ചെയ്യുള്ളൂ. ദറ്റ് ഈസ് ഒരു സ്പേസ് അറൗണ്ട് അസ്. അപ്പോൾ ഇപ്പോൾ ഒരു സ്ട്രേഞ്ചറിനെ മീറ്റ് ചെയ്താൽ ഇത്രയും ക്ലോസ് ആയിട്ട് നമ്മൾ നിൽക്കില്ല, ബിക്കോസ് വി ആർ നോട്ട് കംഫർട്ടബിൾ. ഒരു റിലേഷൻഷിപ്പ് ആ ഒരു കംഫർട്ടബിൾ സ്റ്റേജിൽ എത്തുമ്പോഴേ നമ്മുടെ പേഴ്സണൽ സ്പേസിൽ നമ്മൾ കേട്ടുള്ളൂ. സോ അതും നമ്മൾ കെയർ ചെയ്യണം. നമ്മൾ വേറെ ആൾക്കാരായിട്ട് സംസാരിക്കുമ്പോൾ നമ്മൾ എത്ര ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യണോ അതുവരെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യും.
ഒരു വ്യക്തിയുടെ പേഴ്സണാലിറ്റി പോലും നമ്മൾക്ക് ആളുടെ ബോഡി ലാംഗ്വേജ് വെച്ച് നമുക്ക് അനലൈസ് ചെയ്യാൻ പറ്റും. അപ്പം അതായത് ഇപ്പം ഷെറിൻ ഇപ്പോൾ ഇതുവരെ പറഞ്ഞത് എല്ലാത്തിൽ നിന്നും തന്നെ നമ്മൾക്കൊരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും. അപ്പോൾ ഒരാൾ നല്ലൊരു പേഴ്സണാലിറ്റി ഉള്ളൊരു പേഴ്സൺ ആണെങ്കിൽ ഈ പറഞ്ഞ പോലെ നമ്മുടെ പേഴ്സണൽ സ്പേസ് നമ്മൾ ഒരിക്കലും വേറൊരാളുടെ ഒരു ഇതിലേക്ക് നമ്മൾ അങ്ങ് എന്താ പറയുക അറ്റാക്ക് ചെയ്ത് ചെയ്യില്ല. അതുപോലെ ഈവൻ ഒരു ഷേക്ക് ഹാൻഡ് പോലും നമ്മളത് വളരെ കെയർഫുൾ ആയിട്ട് ചെയ്യേണ്ട കാര്യങ്ങളാണ്. ഇതൊന്നും നമ്മുടെ ഇവിടെയുള്ള പലരിലും കാണാത്ത കുറച്ച് കാര്യങ്ങളാണ്. പിന്നെ ഏറ്റവും സിംപ്ലസ്റ്റ് ആയിട്ട് കുറച്ച് കാര്യങ്ങളുണ്ട്. അതായത് നമ്മളൊരു പേഴ്സണെ ഗ്രീറ്റ് ചെയ്യുമ്പോൾ ഏറ്റവും നല്ലൊരു സ്മൈലോടുകൂടി ഗ്രീറ്റ് ചെയ്യുക, വളരെ റെസ്പോൺസീവ് ആയിട്ടുള്ള ഒരു സ്മൈലോടുകൂടി ഗ്രീറ്റ് ചെയ്യുക. അപ്പം സ്മൈൽ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ പലപ്പോഴും കണ്ടിട്ടുണ്ട്, ഒരു സെഷനൊക്കെ ചെയ്യുമ്പോൾ സഡൻലി നമ്മൾ സ്മൈലോടുകൂടി ഗ്രീറ്റ് ചെയ്യാന്ന് പറയുമ്പോൾ ഇരിക്കുന്നവരെല്ലാവരും സ്മൈൽ ചെയ്യും. പക്ഷെ അതൊരു നാച്ചുറൽ സ്മൈലല്ല, അത് നമ്മുടെ ഫേസിൽ ഫ്ലഡ് ചെയ്യണം, അത് നാച്ചുറലി വരണം. അല്ലാതെ ഗ്രിൻ ചെയ്ത് നമ്മളൊരു ആക്ട് ചെയ്ത് ഒരു നാച്ചുറൽ അല്ലാത്ത രീതിയിൽ ഒരിക്കലും ചെയ്യരുത്. അതൊരു വളരെ നല്ലൊരു പോസിറ്റീവ് റെസ്പോൺസ് നമ്മളെ ഫേസ് ചെയ്യുന്ന ആൾക്ക് കൊടുക്കാൻ സഹായിക്കും. സെക്കൻഡ് തിങ് ആസ് ഷീ സെഡ്, ഐ കോണ്ടാക്ട് എപ്പോഴും അത് മെയിൻറ്റെയിൻ ചെയ്യാം. തേർഡ് വൺ, അറ്റൻഷൻ. നമ്മളിപ്പോൾ സംസാരിക്കുമ്പോൾ ഞാൻ എൻ്റെ ലാപ്ടോപ്പിലോ അല്ലെങ്കിൽ എൻ്റെ എന്തെങ്കിലും വർക്ക് ചെയ്തുകൊണ്ടിരുന്നിട്ട് ഞാൻ സംസാരിക്കുകയാണെങ്കിൽ ഇറ്റ് ഷോസ് ഓക്കെ ഞാൻ അത്ര ഇൻട്രസ്റ്റഡ് അല്ല, ഇതാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് എന്ന് തോന്നും. അപ്പൊ മറ്റേ ആൾക്ക് തോന്നും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന പോലെ നമ്മൾ ഫുൾ ബോഡി, അതായത് നമ്മുടെ ഫേസ്, നമ്മുടെ ബോഡി എല്ലാം ആ പേഴ്സണിലേക്ക് ഡയറക്റ്റ് ചെയ്തിട്ട് വേണം നമ്മൾ ഒരാളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ അറ്റൻഡ് ചെയ്യാൻ. പിന്നെ ഒരുപാട് ഇങ്ങനെ ബോഡി മൂവ് ചെയ്ത് സംസാരിക്കാതിരിക്കുക. പിന്നെ ആസ് ഷീ സെഡ്, കൈകൾ യൂസ് ചെയ്യുക. ആ കൂടുതൽ നമ്മൾ കൈകൾ യൂസ് ചെയ്യുമ്പോൾ നമ്മുടെ ഉള്ളിലുള്ള വേർഡ്സ് ഒക്കെ കുറേയും കൂടി നല്ല സ്മൂത്ത് ആയിട്ട് ഫ്ലോ ചെയ്യാനായിട്ട് അത് നാച്ചുറൽ ആയിട്ട് വരണം. നമ്മളിങ്ങനെ ടൈറ്റായിട്ട് ഒരു പോസ്ചർ തന്നെ പിടിച്ചിട്ട് സംസാരിക്കാൻ പാടില്ല. സോ നമ്മൾ സംസാരിക്കുമ്പോൾ യൂസ് ഹാൻഡ്സ് നാച്ചുറലി, പക്ഷെ ഓവറും ആവാൻ പാടില്ല. വിവാഹം എന്നത് എല്ലാവരുടെ ജീവിതത്തിലെയും വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ദിവസമാണ്. അടുത്തതായി നമുക്കൊരു വെഡിങ് ഹൈലൈറ്റ്സ് കാണാം. Wouldn't you like for it to stay this good forever? Hand in hand, let's enjoy this time together. Nobody knows except for you and me. These feelings inside are smiling so free. 'Cause it's a lovely, it's a lovely, it's a lovely day. Just to love you, just to love you, to love you this way. It's a love, la 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 lovely day. It's a love, la 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 lovely day. We've got this moment and it's only ours to keep. A perfect day like this is like a treasure so rare. 'Cause it's a lovely, it's a lovely, it's a lovely day. Just to love you, just to love you, to love you this way. It's a love, la 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 lovely day. It's a love, la 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 lovely day. Don't go away. Don't go away. 'Cause it's a lovely, it's a lovely, it's a lovely day. Just to love you, just to love you, to love you this way. It's a lovely, it's a lovely, it's a lovely day. We are so happy that we are blessed with each other.
be like this. Always keep smiling throughout our life. ചന്ദ്രലേഖയുടെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാകുന്നു. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ എഴുതി അറിയിക്കുക. കൂടുതൽ കാഴ്ചകളുമായി വീണ്ടും മറ്റൊരു എപ്പിസോഡിൽ കാണാം.